നിർണായക ധാതു ദേശീയ ദൌത്യത്തിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. 16,300 കോടി രൂപ ചെലവും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് 18,000 കോടി രൂപയുടെ നിക്ഷേപവും പ്രതീക്ഷിക്കുന്നതാണ് ദൌത്യം. എഥനോൾ മിശ്രിത പെട്രോൾ പരിപാടിയുടെ കീഴിൽ എഥനോൾ സംഭരണ വിലയും മന്ത്രിസഭായോഗം പരിഷ്കരിച്ചു. ധാതുപരിവേഷണം, ഖനനം, പ്രയോജനപ്പെടുത്തൽ, സംസ്കരണം എന്നിവയുൾപ്പെടെ മൂല്യശൃംഖലയുടെ എല്ലാ ഘട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച നിർണായക ധാതു ദേശീയ ദൌത്യം. ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ഭാഗമായി ഹൈടെക് വ്യവസായങ്ങൾ, സംശുദ്ധ ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിൽ നിർണായക ധാതുക്കളുടെ ഒഴിച്ചുകൂടാനാവാത്ത പങ്ക് തിരിച്ചറിഞ്ഞ് നിർണായക ധാതു മേഖലയിലെ വെല്ലുവിളികൾ നേരിടാനുള്ള സർക്കാർ സംരംഭങ്ങളുടെ ഭാഗമാണിത്. ഈ മേഖലയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കായി ഫലപ്രദമായ ചട്ടക്കൂട് സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് 2024 കേന്ദ്ര ബജറ്റിൽ നിർണായക ധാതു ദൌത്യം ധനമന്ത്രി പ്രഖ്യാപിച്ചത്. രാജ്യത്തിനകത്തും തീരപ്രദേശങ്ങളിലും നിർണായക ധാതുക്കളുടെ പര്യവേക്ഷണം ഊർജിതമാക്കാൻ ദൌത്യത്തിനാകും. നിർണായക ധാതു ഖനന പദ്ധതികൾക്കായി അതിവേഗ നിയന്ത്രണ അംഗീകാര പ്രക്രിയ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ നിർണായക ധാതു പരിവേഷണത്തിന് സാമ്പത്തിക ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ധാതുക്കളുടെ വീണ്ടെടുക്കൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വിദേശത്ത് നിർണായക ധാതു ആസ്തികൾ ഏറ്റെടുക്കുന്നതിനും വിഭവസമ്പന്നമായ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലാ കമ്പനികളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ദൌത്യം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. कैसे हम इसका बेटर एक्सप्लोरेशन करें, कैसे हम विदेशों में भी जहां जरूरत पड़े वहां पे जाके उन मिनरल ब्लॉक्स को अक्वायर करें, वो पूरा एक कॉम्प्रिहेंसिव प्लान इस नेशनल क्रिटिकल मिशन में बनाया गया है. 16,300 करोड़ रुपए का ये मिशन है और 6 वर्षों तक ये मिशन का इनिशियल फेज रहेगा. രാജ്യത്തിനകത്തും നിർണായക ധാതുക്കളുടെ ശേഖരം വികസിപ്പിക്കാനും ഇത് നിർദ്ദേശിക്കുന്നു. ധാതു സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും നിർണായക ധാതുക്കളുടെ പുനരുപയോഗം പിന്തുണയ്ക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ദൌത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. നിർണായക ധാതു സാങ്കേതിക വിദ്യകളിലെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാനും നിർണായക ധാതുക്കളിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കാനും ദൌത്യം നിർദ്ദേശിക്കുന്നു. എഥനോൾ മിശ്രിത പെട്രോൾ പരിപാടിയുടെ കീഴിൽ 2024-25 എഥനോൾ വിതരണ വർഷത്തിലെ പൊതുമേഖലാ എണ്ണ വിൽപ്പന കമ്പനികൾക്കുള്ള എഥനോൾ സംഭരണ വില പരിഷ്കരിക്കുന്നതിനും സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. ഇതുപ്രകാരം EBP പ്രോഗ്രാമിനായുള്ള എഥനോളിന്റെ അഡ്മിനിസ്ട്രേറ്റഡ് എക്സ്മിൽ വില ലിറ്ററിന് 56.58 രൂപയിൽ നിന്ന് ലിറ്ററിന് 57.97 രൂപയായി നിശ്ചയിച്ചു. എഥനോൾ വിതരണക്കാർക്ക് വില സ്ഥിരതയും ആദായകരമായ വിലയും നൽകുന്നതിനൊപ്പം അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വിദേശ നാണ്യം ലാഭിക്കുന്നതിനും പരിസ്ഥിതിക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും ഈ തീരുമാനം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. ഹോൾഡ് കരിമ്പ് കർഷകരുടെ താൽപര്യാർത്ഥം മുൻകാലം वैसे ही फॉरेन एक्सचेंज में अगर 10 साल का रिकॉर्ड देखें तो 1,13,000 करोड़ रुपए का देश का फॉरेन एक्सचेंज बचा है एथेनॉल के इस प्रोग्राम से. और एनवायरमेंट को बेनिफिट अगर हम देखें तो 5.578 लाख मैट्रिक टन यानी 5.78 करोड़ मैट्रिक टन नेट कार्बन डाइऑक्साइड बचा है. കരിമ്പ് കർഷകരുടെ താൽപര്യാർത്ഥം മുൻകാലങ്ങളിലെന്ന പോലെ GSTയും ഗതാഗത ചാർജുകളും വെവ്വേറെ നൽകാനും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.